ശബരിമല തുടങ്ങി എല്ലാ മതങ്ങളുടെയും ആദരിക്കുന്ന ഒരു ഒരു മതസൗഹാർദ്ദ സഹോദരനാണ് ഞാൻ ഈ ശബരിമല കൊള്ളയും ഒക്കെ കാണുമ്പോൾ തിരുപ്പതിയിൽ കൊള്ള നമുക്ക് അറിയില്ല, മറ്റൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കേരളത്തിലായതുകൊണ്ട് നമ്മളൊക്കെ അറിയുന്നു. അതുപോലെ ക്രിസ്ത്യ പള്ളികളിൽ ഇതുപോലെ കൊള്ളകൾ നടക്കല്ല, പിന്നെ എന്താണ് കള്ളവുക നടക്കുന്നത്. ഇതിനെ കൂടി ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തിനാണ് ഈ മനുഷ്യർ ദേവന്മാർക്ക് ഇത്ര ഗോൾഡ് കൊടുക്കണം, സ്വർണം കൊടുക്കണം? ദേവിമാർക്ക് വിഗ്രഹങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ ചില മൂർത്തികൾ എന്നൊക്കെ നമ്മൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ മൂർത്തികളാണ്, സങ്കല്പങ്ങളാണ്. പക്ഷേ ശബരിമല അയ്യപ്പൻ എൻ്റെ അറിവ് കേട്ടിടത്തോളം പന്തള രാജകുമാരത്തിൽ വെച്ച ഒരു കുമാരൻ, അദ്ദേഹം ഒരു മുനിയായിരുന്നു, വർഷിയായിരുന്നു, തപസ് കൊണ്ട് വിശുദ്ധനായി തീർന്ന ഒരു സന്യാസി. ക്രിസ്തു സഭകളിലെ ബെനഡിക്റ്റ് പറയുന്നത് പോലെയുള്ള സന്യാസികളാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും. നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ഇന്ത്യയിലൊക്കെ ഒരുപാട് മുനിമാരും മുസ്ലിംമാരും അവരൊക്കെ നല്ല സന്യസ്തം അനുഭവിക്കുന്നവരാണ്, ത്യാഗം അനുഭവിച്ചവരാണ്. അവർ ദൈവസാന്നിധ്യത്തിൽ ബ്രഹ്മാവിൻ്റെയോ ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന യേശുവിൻ്റെ ഒക്കെ പക്കൽ വളരെ സംപ്രീതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മതസൗഹാർദ്ദ ചിന്തകൾ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സ്വർണ്ണമൊക്കെ എവിടേക്ക് പോകണേ? ഇതെന്തിനാണ് വെച്ചിരിക്കണ അമ്പലങ്ങളിൽ, ശബരിമലയായാലും മറ്റോടത്തൊക്കെ ആയിട്ട്? അപ്പോൾ അതിനെക്കുറിച്ച് ഭക്തന്മാരാണ് ചിന്തിക്കേണ്ടത്. നാനായത് മതസ്ഥർ ഒരു ദേവന്മാർക്കും സ്വർണ്ണമൊന്നും കൊടുക്കണ്ട, വെള്ളിയും കൊടുക്കണ്ട. അവിടെ കാഴ്ചപ്പാട് നടത്തി ചെറിയ കാഴ്ചകൾ കൊടുത്ത് ആ പൂജാരിമാർക്ക് ജീവിക്കാനുള്ള വഴികളൊക്കെ കൊടുക്കുക. ബാക്കി ഒരു 10 പൈസ കൊടുക്കരുത്. അതിൽ കക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റോ പരിശ്രമിക്കുന്നുണ്ടാവാം, അത് വേറെ കാര്യം. അതുകൊണ്ടൊന്നും ഇപ്പോൾ തെളിവായിട്ട് വരും, അത് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനൊക്കെ ഇതിലും അനുവാദം കിട്ടുന്നത് മൊത്തത്തിൽ വീടിയുണ്ടാവും. പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്ന ആരായിരിക്കും? പോലീസ് നിയന്ത്രിക്കുന്ന ആരാ? നമ്മുടെ പിണങ്ങാറായിട്ടുള്ള തല്ലിപ്പൊളി കളവിൻ്റെ ചതിയൻ കുറുക്കനുമായ പിണറായിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം മാത്രമൊന്നുമല്ല, അതിൽ കടകംപള്ളി മറ്റേ പള്ളി ഒക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കൊള്ളസംഘമാണ് 10 കൊല്ലം. അവർ കട്ടയിലും കൂടി കക്കലാണ് ഇപ്പോൾ സ്വർണ്ണക്കളത്തിലുണ്ടായത്. പണ്ടൊരു മാവുങ്കൽ എന്ന് പറഞ്ഞ കട്ടൊന്ന് നടത്തിയിരുന്നു, അത് വേറെ കേസ്. ഇങ്ങനെ കളവുകൾ ഇത് ദേവാലയങ്ങളെ ബന്ധപ്പെടുത്തിയാണ് വരുന്നത്. അത് വളരെ ദയനീയമാണ്, ഭക്തന്മാർക്ക് വേദനയുണ്ട്. അതുകൊണ്ട് ഭക്തന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, മറ്റൊരു മത സൗഹാർദ്ദ ഭക്തനായ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പേര് ശിവരാജ് എന്നാണ്. ഞാൻ പറയുന്നത്, എന്തിനാണ് ഇതൊക്കെ ഇത് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ റിയാക്ഷനൊക്കെ യൂട്യൂബിൽ ഇട്ടാൽ നന്നായിരിക്കും.